ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ CSCB ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടുള്ള ട്രെയിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, എന്തൊക്കെ അറിയാം, ഒരുപാട് ചോദ്യങ്ങൾ ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ CSCB എക്സാമിന് ഒരുപാട് തവണ ട്രെയിനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, പല വെറൈറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ്, എന്നാൽ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ നല്ല പാടുള്ള ചോദ്യങ്ങളും, അങ്ങനെ പല വെറൈറ്റിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒരുപാട് തവണ CSCB സെക്രട്ടറി എക്സാമുകൾക്കും അതുപോലെ തന്നെ ക്ലറിക്കൽ എക്സാമുകൾക്കും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രെയിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ട്രെയിനുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, പക്ഷേ അതിനു മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. എന്താണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഒരു ട്രെയിൻ, ഇപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ട്രെയിന് ഒരാളിനെ പാസ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ എന്ന് വിചാരിച്ചോളൂ. ഇതാണ് നമ്മുടെ ട്രെയിൻ. ഈ നിൽക്കുന്ന ആളിനെ എന്ത് ചെയ്യണം, ഈ ട്രെയിൻ പാസ് ചെയ്ത് പോകണം. അപ്പോൾ ഇതാണ് ആള്. ഈ നിൽക്കുന്ന ആളിനെ ട്രെയിൻ ഇങ്ങനെ വരുന്നു, ഇവിടെ വെച്ച് മീറ്റ് ചെയ്തതിനു ശേഷം ഇതിനിങ്ങനെ പാസ് ചെയ്ത് പോകണമെങ്കിൽ ട്രെയിൻ എത്ര ദൂരം ട്രാവൽ ചെയ്യണം? ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്യണം എന്ന് മനസ്സിലാക്കണം. അതായത് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നുവെങ്കിൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ആളെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ട്രെയിൻ വന്നു, ഈ ട്രെയിൻ വന്ന് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ ട്രെയിൻ ഈ ആളിനെ പാസ് ചെയ്ത് പോകണമെങ്കിൽ, അപ്പോൾ 150 മീറ്റർ നീളമുള്ള ട്രെയിനാണ് എങ്കിൽ ഒരാളിനെ പാസ് ചെയ്ത് പോകണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രെയിൻ ട്രാവൽ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരേണ്ടത്, ഒരാളിനെയോ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെയോ ഒരു ഫ്ലാഗ് പോസ്റ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നു എന്ന് പറയുന്നു എങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അത്രയും ലെങ്ത് ട്രാവൽ ചെയ്യാനാണ് അത്രയും ലെങ്താണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. അപ്പം എന്താ പറഞ്ഞത്, ചിലപ്പോൾ എന്താവാം, ഒരാളാവാം, അല്ലെങ്കിൽ എന്താവാം, ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആവാം, അല്ലെങ്കിൽ എന്താവാം, ഒരു ഫ്ലാഗ് പോസ്റ്റ് ആവാം, അല്ലേ, ഒരു ഫ്ലാഗ് പോസ്റ്റ് ആവാം. ഇനി എങ്ങനെയുള്ള എന്തിനാണെങ്കിലും ശരി തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് പറയാം. ആ ട്രെയിൻ ട്രാവൽ ചെയ്തിരിക്കുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അത്രയും ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് പറയാനുള്ളത് നമുക്ക് ഇപ്പോൾ ഇത് ഒരു പ്ലാറ്റ്ഫോം ആണെന്നോ അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രെയിനാണെന്നോ, ഒന്നുകിൽ ഒരു നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനാണെന്ന് പറയാം, ഇല്ലെങ്കിൽ ഒരു പാലമാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇതൊരു പ്ലാറ്റ്ഫോം ആണെന്ന് പറയാം. എന്തെങ്കിലും ഒരു ലെങ്ത് ഉള്ള ഒരു സാധനം. ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 400 മീറ്റർ ആണ് എന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യും. അപ്പോൾ ഒരു ട്രെയിൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. ഈ ട്രെയിനിൻ്റെ ലെങ്ത് ഒരു 300 മീറ്റർ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ലെങ്ത് ഉള്ള ഈ സാധനത്തിനെ എന്ത് ചെയ്യണം, ഈ ട്രെയിൻ പാസ് ചെയ്ത് പോകണം. ഇപ്പോൾ ഈ ലെങ്ത് ഉള്ള സാധനത്തിന് എന്ത് ചെയ്യണം, ഈ ട്രെയിൻ പാസ് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ പറയാം, ഇതാണ് ഒരു പാലം എന്ന് വിചാരിച്ചോ. ഈ കാണുന്നത് ഒരു പാലമാണ്. ഓക്കെ, ഈ പാലത്തിന് ഈ ട്രെയിൻ ഇങ്ങനെ വന്നതിന് ശേഷം എന്ത് ചെയ്യണം, ഈ പാലത്തിൽ കൂടെ എന്ത് ചെയ്യണം, ഈ ട്രെയിൻ കയറി പോകണം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ട്രെയിൻ ഇവിടെ വരുന്നു, മീറ്റ് ചെയ്തതിന് ഇത്രയും ആയപ്പോൾ തന്നെ ട്രെയിനിൻ്റെ ലെങ്ത് ആയി. പക്ഷേ എന്നിട്ടും എന്ത് ചെയ്തില്ല, ഈ പാലത്തിനെ ക്രോസ് ചെയ്തില്ല. പാലത്തിനെ ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ട്രെയിൻ ഇങ്ങനെ ഓടി എന്ത് ചെയ്യണം, ഇത്രയും ദൂരം വരണം. അതായത് ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി എന്ത് ചെയ്യണം, ഇത്രയും ദൂരം വരണം എന്ന് പറയണം. അതായത് എന്ത് മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് ഇത്രയേ ഉള്ളൂ. ഒരു പാലത്തിനെയോ ഒരു നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനെയോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെയോ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നു എങ്കിൽ രണ്ടിൻ്റെയും കൂടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മാത്രമേ പാസ് ചെയ്ത് പോകാൻ പറ്റൂ. ഇപ്പോൾ 400 400 + 300 = 700 മീറ്റർ ആണ് ആര് ട്രാവൽ ചെയ്തിട്ടുള്ളത്, ഈ
400 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെ 300 മീറ്റർ നീളമുള്ള ട്രെയിൻ പാസ് ചെയ്ത് പോകണമെങ്കിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്യണം? 700 മീറ്റർ ട്രാവൽ ചെയ്യണം. അപ്പോൾ രണ്ട് കൺസെപ്റ്റുകളാണ്, വീണ്ടും ഓർക്കുക. ഒന്നാമത്തെ കേസ്, ഒരു ട്രെയിൻ ഒരാളിനെയോ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് പോസ്റ്റിനെയോ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെയോ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മൾ പാസ് ചെയ്ത് പോകുന്നു എന്ന് പറയുന്നു എങ്കിൽ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അത്രയും ലെങ്താണ് ട്രാവൽ ചെയ്യേണ്ടത്. ഇനി അടുത്ത പറഞ്ഞത് എന്തുവാ? നമുക്കൊരു നീളമുള്ള ലെങ്തുള്ള ഒരു സാധനത്തിനെ ട്രെയിൻ പാസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെങ്തും ട്രെയിനിൻ്റെ ലെങ്തും കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് ഡിസ്റ്റൻസ് ആയിരിക്കണം അത് പാസ് ചെയ്ത് പോകാൻ. ട്രെയിൻ അത്രയും ദൂരം ട്രാവൽ ചെയ്തു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി എപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നു, ഒരു ആളിനെ 200 മീറ്റർ നീളമുള്ള ട്രെയിൻ 30 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്തു പോയി. ഒരാളിനെ 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 30 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ 200 മീറ്റർ ട്രാവൽ ചെയ്യാൻ ആ ട്രെയിൻ എത്ര സെക്കൻഡ് വേണം? 30 സെക്കൻഡ് വേണം എന്ന് മനസ്സിലാക്കണം. ഇനി 400 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 20 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്ത് പോയി എന്ന് പറയുന്നു. 20 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്ത് പോയി എന്ന് പറയുന്നു. 20 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്ത് പോയി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെത്തണം 700 മീറ്റർ ആ ട്രെയിൻ സഞ്ചരിക്കാൻ എത്ര സെക്കൻഡ് വേണം? 20 സെക്കൻഡ് വേണം എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആണ്? ഇതാണ് നമ്മുടെ ഈ രണ്ട് ബേസിക് അറിഞ്ഞിരിക്കണം. ഇനി രണ്ട് കാര്യങ്ങളുടെ പറയാനുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ റിലേറ്റീവ് സ്പീഡ് കൂടി പഠിക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചപ്പോൾ നമ്മൾ റിലേറ്റീവ് സ്പീഡ് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചതാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇവിടെ നിന്നൊരു ട്രെയിൻ വരുന്നു 40 കിലോമീറ്റർ പെർ അവർ എന്നും ഇവിടെ നിന്നൊരു ട്രെയിൻ വരുന്നു അവൻ 50 കിലോമീറ്റർ പെർ അവർ എന്നും ആണ്. ഇവരുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 90 കിലോമീറ്റർ പെർ അവർ ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് സ്പീഡാണ് എടുക്കേണ്ടത്? അത് റിലേറ്റീവ് സ്പീഡാണ് എടുക്കേണ്ടത്. നമ്മൾ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് പഠിച്ചപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ പറഞ്ഞതാണ് അവിടെ എന്തെടുക്കണമെന്ന്, റിലേറ്റീവ് സ്പീഡ് എടുക്കണമെന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, രണ്ടുപേരും സെയിം ഡയറക്ഷൻ, ഇത് 40 കിലോമീറ്റർ പെർ അവർ എന്നും ഇനി രണ്ടാമത് പോകുന്നത് എത്രയാണ്? 50 കിലോമീറ്റർ പെർ അവർ എന്നും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെയും നമ്മൾ എന്താ എടുക്കേണ്ടത്? നമ്മൾ റിലേറ്റീവ് സ്പീഡ് എടുക്കേണ്ടത്. എന്താ എടുക്കേണ്ടത്? ഡിഫറൻസ് ആണ്. അവിടെ എത്തെടുക്കണം? 10 കിലോമീറ്റർ പെർ അവർ എടുക്കണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ആദ്യം പറഞ്ഞ രണ്ട് കൺസെപ്റ്റുകൾ വേണം. പിന്നെ എന്തെന്നും കൂടെ നമുക്കറിയണം, റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി നമുക്കറിയണം. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന കേസ്, ഒറ്റ കേസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. എന്താ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്, കിലോമീറ്റർ പെർ അവറിനെ, കിലോമീറ്റർ ഏറ്റവും കൂടുതൽ ആവശ്യം നമുക്ക് ട്രെയിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് വേണ്ടത്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടും മീറ്റർ പെർ സെക്കൻഡിനെ എന്തിലോട്ട് മാറ്റേണ്ടി വരും? കിലോമീറ്റർ പെർ അവറിലേക്കും മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമുക്കറിയാം, നമ്മൾ നന്നായി പഠിച്ചതാണ്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണമെങ്കിൽ ഇൻറ്റു 5/18 നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ ഇൻറ്റു 18/5 നമ്മൾ ചെയ്യണം. ഇതെല്ലാം നമുക്കറിയാം, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? ട്രെയിൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മതി. ഒരാളിനെ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ഒരു ലെങ്ത് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താണ്? ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം പ്ലസ് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, രണ്ട് ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എടുക്കേണ്ടത് റിലേറ്റീവ് സ്പീഡാണ്. രണ്ട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം? അവിടെയും എടുക്കേണ്ടത് റിലേറ്റീവ് സ്പീഡാണ്, അവിടെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. പിന്നെന്താ പറഞ്ഞത്? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലോട്ടും കൺവേർട്ട് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മണിക്കൂറിൽ
54 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിലാണ്. 54 കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? സ്പീഡ് ഈക്വൽ ടു 54 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ഇനി വഴിയരികിൽ നിൽക്കുന്ന 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകണം. അപ്പോൾ നമുക്ക് ഇതാണ് ആ വ്യക്തിയെ 300 മീറ്റർ ലെങ്ത് ഉള്ള ട്രെയിൻ കടന്നു പോകണം. ഇത് 300 മീറ്റർ അല്ലേ? 300 മീറ്റർ ലെങ്ത് ഉള്ള ട്രെയിൻ എന്ത് ചെയ്യണം? ഇയാളെ കടന്നു പോകണമെങ്കിൽ ആ ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം? യെസ്, ഒരാളിനെ കടന്നു പോകണമെങ്കിൽ എന്താ ട്രാവൽ ചെയ്യേണ്ടത്? ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഡിസ്റ്റൻസ് എത്രയെന്ന് കിട്ടി? 300 മീറ്റർ എന്ന് കിട്ടി. ഇനി എന്താ വേണ്ടത്? നിൽക്കുന്നത് ഒരു വ്യക്തി എത്ര സമയം വേണം ഒരാളിനെ പാസ് ചെയ്ത് പോകാൻ? അപ്പം എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം, ഇവർ 3 പേരെയും കൂടെ കണക്ട് ചെയ്യാൻ നമുക്ക് അറിയാം. നമ്മൾ പഠിച്ചു അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സംശയമുള്ളവർ എന്ത് ചെയ്യണം? ഈ ഒരു ട്രയാങ്കിൾ എഴുതി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇത് DTS. അപ്പോൾ എന്താ DTS? എന്താണ്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ T/S, ടൈം കണ്ടുപിടിക്കാൻ D/S. അപ്പോൾ നമുക്ക് D/S ആണെന്നുള്ള ഇക്വേഷൻ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ നോക്കണം ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. നോക്കിക്കേ, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇത് മീറ്ററിലാണ് തന്നിരിക്കുന്നത്. ഇത് എന്തിലാണ് ഉള്ളത്? കിലോമീറ്റർ പെർ അവറിലാണ് ഉള്ളത്. പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ? മീറ്ററും കിലോമീറ്റർ പെർ അവറും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റൂ? ഒരു കാരണവശാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവരെ നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്ത് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് എന്തെന്ന് എഴുതി? 300 മീറ്റർ എന്ന് എഴുതി. ഇതിനെ വേണമെങ്കിൽ ഇവിടെ ഇട്ട് എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യാം. പക്ഷേ ഒരുമിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ നമുക്ക് 300 മീറ്റർ ഡിവൈഡഡ് ബൈ 300 മീറ്റർ ആണെന്ന് അറിയാം. 300 എഴുതി. ഇനി 54 എഴുതിയാൽ പോരാ. എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻറ്റു 5/18 നോക്കാം. 18ഉം ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇനിയിപ്പോൾ നമ്മളിലുള്ള എന്താ? 300/3 × 5. ഓക്കെ, 3 × 5 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ 3 × 5 ആണ് എങ്കിൽ നമുക്ക് നോക്കാം. ഇതിനെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വന്നു? 100 വന്നു. ഇനി ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ വരും 20. എന്താ വരുന്നത്? സെക്കൻഡിലേ വരുള്ളൂ. കാര്യം എന്തുകൊണ്ട്? ഇത് മീറ്റർ പെർ സെക്കൻഡ് ആയി. ഇത് മീറ്റർ പെർ സെക്കൻഡ്, ഇത് മീറ്റർ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തിലേ ആൻസർ വരുള്ളൂ? സെക്കൻഡിലേ ആൻസർ വരുള്ളൂ. ഒരു തവണ കൂടി നമുക്ക് ചെയ്യാം. അത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. ഒരു തവണ കൂടി ചെയ്യാം. നമുക്കിവിടെ ഡിസ്റ്റൻസ് എത്രയെന്ന് അറിയാം. ഡിസ്റ്റൻസ് 300 മീറ്റർ ആണ് ട്രാവൽ ചെയ്യേണ്ടത്. ഒരാളിനെയാണ് പാസ് ചെയ്ത് പോകേണ്ടത്. ആളിനെ പാസ് ചെയ്ത് പോകുമ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അത്രയും ലെങ്ത് ആണ് ട്രാവൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന സ്പീഡ് എന്താ തന്നിരിക്കുന്നത്? അത് 54 കിലോമീറ്റർ പെർ അവർ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 54 കിലോമീറ്റർ പെർ അവറിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഞാൻ പിന്നെ ഇത് ഒരുമിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില സമയത്ത് വളരെ ഈസി, പെട്ടെന്ന് കാൽക്കുലേഷൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അറിയാം ടൈം കണ്ടുപിടിക്കാൻ. സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ട്രയാങ്കിൾ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? DTS. ടൈം കണ്ടുപിടിക്കാൻ D/S ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? D/S എന്ന് എഴുതി. ഓക്കെ, ഡിസ്റ്റൻസ് എത്രയാണ്? നമുക്ക് 300 മീറ്റർ എന്നാണ്. ബൈ ഇടുന്നു. 54 എഴുതിയാൽ പോരാ, അത് കിലോമീറ്റർ പെർ അവർ കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. 5/18 നമ്മൾ ചെയ്യുന്നു. ഇതും ക്യാൻസൽ ചെയ്യപ്പോൾ 3 വന്നു. അപ്പോൾ എന്താ? 300/3 × 5 ആണ്. ഇതും ക്യാൻസൽ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? 100 വന്നു. 100ഉം ഇതുകൊണ്ട് ക്യാൻസൽ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 20 സെക്കൻഡ് എന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഒറ്റ ചോദ്യം കൂടെ നോക്കാം. അപ്പോൾ നോക്കുക, സെക്കൻഡിൽ 20 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 100 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? സെക്കൻഡിൽ 20 മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ സ്പീഡ് നമുക്ക് മനസ്സിലായി. 20 മീറ്റർ പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ 20 മീറ്റർ. അപ്പോൾ സ്പീഡ് എന്താ? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ സ്പീഡ്. എന്താ ഇവിടുത്തെ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. 100 മീറ്റർ ആണ്, 100 മീറ്റർ ആണ്. എന്താണ്? വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്? കടന്നു പോകേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം?
ഡയറക്റ്റ് നമുക്ക് വേണ്ടത് ടൈമാണ്, സമയമാണ്. ടൈം കണ്ടുപിടിക്കാൻ D/S ആണെന്നറിയാം. ഡി എത്ര? 100 മീറ്റർ പെർ സെക്കൻഡ്. എല്ലാം ഡയറക്റ്റ്, ഇത് മീറ്റർ പെർ സെക്കൻഡ്. ഡയറക്റ്റ് തന്നെ ചെയ്യാം. 20 0 ക്യാൻസൽ ആയിപ്പോൾ എത്രയും കിട്ടി? 5 സെക്കൻഡ് എന്ന ആൻസർ. ഓക്കെ, 5 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്ത് പോകുമെന്ന് പറയാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 30 സെക്കൻഡ് കൊണ്ട് വഴിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോയാൽ ട്രെയിനിൻ്റെ നീളം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരാളിനെ ട്രെയിൻ പാസ് ചെയ്ത് പോകണമെങ്കിൽ ട്രെയിനിൻ്റെ ലെങ്ത് എന്താണോ അതാണ് അവിടുത്തെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ല. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ് തന്നിരിക്കുന്നത്? അത് 36 km/h എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ടൈം എത്രയാണ് തന്നിരിക്കുന്നത്? ടൈം നമുക്ക് 30 സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. 30 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്ച്വലി ഇവിടെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? ട്രെയിനിൻ്റെ നീളം ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തുകൊണ്ട് ട്രെയിനിൻ്റെ നീളം ഡിസ്റ്റൻസ് ആയി? ഒരാളിനെ പാസ് ചെയ്ത് പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കണം? ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക? ചെറിയ ഒരു ട്രയാങ്കിൾ വരച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആവും. DTS, ടൈം ഇൻറ്റു സ്പീഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ്. അപ്പോൾ ടൈം ഇൻറ്റു സ്പീഡ്. ടൈം എന്താ? 30 സെക്കൻഡ്. 30 ഇൻറ്റു സ്പീഡ് 36. ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂ. ഇത് സെക്കൻഡിൽ കിടക്കുന്ന, ഇതെന്തിലാണ് കിടക്കുന്നത്? ഇത് km/h. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? km/h കൺവേർട്ട് ചെയ്യണം. എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇതാ കൺവേർട്ട് ചെയ്യുന്നല്ലോ. ഇതാ ഇത് 32 എന്ന് കിട്ടി തന്നെ. 18ഉം 36 കൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ 2 എന്ന് കിട്ടി. എന്താ, ഞാൻ ഇത് ഒരുമിച്ചാണ് ചെയ്യണേ. രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്താലും ആൻസർ കിട്ടില്ലെന്ന് പറയുന്നില്ല. ഓക്കെ, ഇനി എന്താ? 30 × 2 60 ആണ്. 60 × 5 എത്രയാണ്? 6×5 30. 300 മീറ്റർ ആണ് എന്ന് കിട്ടി. ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണ്? ഡിസ്റ്റൻസിന് ഈക്വൽ ആണല്ലോ ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് എത്രയെന്ന് കിട്ടി? 300 മീറ്റർ എന്ന് കിട്ടി. സെറ്റാണോ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 20 സെക്കൻഡ് കൊണ്ട് വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോയാൽ ട്രെയിനിൻ്റെ നീളം. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ചോദ്യം തന്നെ. എന്തൊക്കെയുണ്ട്? ട്രെയിനിൻ്റെ സ്പീഡുണ്ട്. സ്പീഡ് എത്രയെന്നുണ്ട്? സ്പീഡ് 90 km/h എന്നുണ്ട്. അതുപോലെ തന്നെ ടൈം നമുക്ക് തന്നിരിക്കുന്നു. ടൈം എത്രയാണ്? അത് 20 സെക്കൻഡ്. അപ്പോൾ ഇത് സെക്കൻഡിലും ഇത് km/h. അപ്പം നമുക്ക് കൺവേർട്ട് ചെയ്തേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. എന്താണ്? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് അല്ലേ ട്രെയിനിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ? അതെ. അപ്പോൾ എന്താ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക? ഇക്വേഷൻ T × S. T എത്രയാണ് അവിടെ? T എന്ന് പറയുന്നത് 20 ആണ്. സ്പീഡ് 90 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അതിന് എന്ത് ചെയ്യണം? 5/18 കൊണ്ട് കൺവേർട്ട് ചെയ്യണം. എന്നാലേ അത് എന്ത് ആവത്തുള്ളൂ? മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 18ഉം ഇതും നമുക്ക് ക്യാൻസൽ ചെയ്തിട്ടും 5 അല്ലേ? 5. ഇനി എന്താ ഉള്ളത്? 20 × 5 × 5 നമ്മൾ ചെയ്താൽ മതി. 20 × 5 ചെയ്യുമ്പോൾ 100. 100 × 5 എത്രയാണ്? 500 മീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത്, ദ ലെങ്ത് ഓഫ് ട്രെയിൻ എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 500 മീറ്റർ. 500 മീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റാണെന്ന് നോക്കിക്കേ. ഓക്കെ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാമല്ലോ. 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 10 മീറ്റർ അകലത്തിൽ നിൽക്കുന്ന 16 ഇലക്ട്രിക് പോസ്റ്റുകളെ തരണം ചെയ്തു പോകുന്നതിന് വേണ്ട സമയം. 16 ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്. ഓരോ ഇലക്ട്രിക് പോസ്റ്റിൻ്റെയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എത്രയും നമുക്ക് തന്നിട്ടുണ്ട്? 16. ഇപ്പോൾ ഇതാണ് ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്. ഇവിടെ കണ്ടില്ലേ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഞാൻ ഒരെണ്ണം വരയ്ക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ എന്ത് ചെയ്തു? 1 2 3 4 5. തൽക്കാലം 5 ഇലക്ട്രിക് പോസ്റ്റ് ഞാൻ വരച്ചോളൂ. 5 എണ്ണം വരച്ചു. 5 എണ്ണം. ഓക്കെ, 5 ഇലക്ട്രിക് പോസ്റ്റ് വരച്ചു. 5 ഇലക്ട്രിക് പോസ്റ്റ് സെറ്റാണേ. ഓക്കെ, 5 ഇലക്ട്രിക് പോസ്റ്റ് ഞാൻ വരച്ചിരിക്കുക. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് 5 ഇലക്ട്രിക് പോസ്റ്റ് വരച്ചു. ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റുകൾ തമ്മിലുള്ള 2 ഇലക്ട്രിക് പോസ്റ്റുകൾ തമ്മിലുള്ള അകലം 10 മീറ്റർ. 10 മീറ്റർ 10 മീറ്റർ 10 മീറ്റർ 10 മീറ്റർ. ഓക്കെ, ഈ 5 ഇലക്ട്രിക് പോസ്റ്റ് ആകുമ്പോഴത്തേക്ക് അവിടെ എത്ര ഗ്യാപ്പേ ഉള്ളൂ? 1 2 3 4. 4 ഗ്യാപ്പേ ഉള്ളൂ.
ഇനി 3 ഇലക്ട്രിക് പോസ്റ്റ് 1 2 3 3 ഇലക്ട്രിക് പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രയേ ഉള്ളൂ? 2 ഗ്യാപ്പേ ഉള്ളൂ. 1 ഗ്യാപ്പ് 2 ഗ്യാപ്പേ ഉള്ളൂ. ഇനി ഇതുപോലെ ഇപ്പോൾ ഒരു 6 ഇലക്ട്രിക് പോസ്റ്റ് എടുക്കുന്നു. 1 2 3 4 5 6 6 ഇലക്ട്രിക് പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ഗ്യാപ്പേ ഉള്ളൂ? 1 2 3 4 5 5 ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 16 ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട് എന്ന് പറയുന്നു. 16 ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടെങ്കിൽ എത്ര ഗ്യാപ്പ് കാണും? അവിടെ 15 ഗ്യാപ്പേ ഉള്ളൂ. 15 ഗ്യാപ്പ്. ക്ലിയർ ആണേ? 15 ഗ്യാപ്പേ ഉള്ളൂ. ഇപ്പൊ നോക്ക്, ഇവിടെ 1 2 3 4 5 5 ഇലക്ട്രിക് പോസ്റ്റ് എടുത്തപ്പോൾ 4 ഗ്യാപ്പേ ഉള്ളൂ. അതായത് ഈ പോസ്റ്റും ഈ പോസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് പറയാം? 40 മീറ്റർ ആണ് എന്ന് പറയാം. ഇനി 16 ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. 16 പോസ്റ്റ് ഉള്ളപ്പോൾ അവിടെ 15 ഗ്യാപ്പേ ഉള്ളൂ. ഒരു ഗ്യാപ്പിന്റെ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. സോ അതിന്റെ അളവ് എന്ന് പറയുന്നത് 150 മീറ്റർ ആണ്. ക്ലിയർ ആണേ? അപ്പൊ ശരി, ഇനി നമുക്ക് അപ്പൊ ഇത് 150 മീറ്റർ കിട്ടിയത് നിങ്ങളത് ക്ലിയർ ആണ്, ഉറപ്പാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ക്വസ്റ്റിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. ഒന്നുകൂടി എന്ത് ചെയ്യുന്നു? ഈ ക്വസ്റ്റിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ 1 2 3 4 അങ്ങനെ എന്തുണ്ട്? 16 ഇലക്ട്രിക് പോസ്റ്റുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പോസ്റ്റും ഈ പോസ്റ്റും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 150 മീറ്റർ ആണ്. അതെങ്ങനെ കിട്ടി എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ട്രെയിൻ ഇങ്ങനെ വരിക, ഇവിടെ നിന്ന് ഒരു ട്രെയിൻ വന്നു. എന്ത് ചെയ്തു? ഈ ട്രെയിൻ ഈ 16 ഇലക്ട്രിക് പോസ്റ്റുകളെ എന്ത് ചെയ്യണം? പാസ് ചെയ്ത് പോകണം. 16 ഇലക്ട്രിക് പോസ്റ്റുകളെ പാസ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്തു? ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അത് 250 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇപ്പം ഞാൻ പറയുന്നു ഈ 16 ഇലക്ട്രിക് പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇതുവരെയാണെന്ന് വിചാരിച്ചോ. എന്താണ്? ആദ്യത്തെ പോസ്റ്റ് ഇവിടെ നിൽക്കുന്നു, അവസാനത്തെ പോസ്റ്റ് ഇവിടെ നിൽക്കുന്നു. അപ്പം ഈ ട്രെയിൻ ഇങ്ങനെ വന്ന് ഇവരെ പാസ് ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ വന്നു, ഇതിൻ്റെ ഇങ്ങനെ പോയി ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അതായത് എന്ത്? ഈ ഡിസ്റ്റൻസും ട്രാവൽ ചെയ്യണം, പിന്നെ എന്തും ട്രാവൽ ചെയ്യണം? ട്രെയിനിൻ്റെ ലെങ്തും കൂടെ ട്രാവൽ ചെയ്യണം. അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അതായത് ഇവിടെ ശരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? ട്രെയിനിൻ്റെ ലെങ്ത് ആയ 250യും 16 ഇലക്ട്രിക് പോസ്റ്റ്, അതായത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 മീറ്ററും കൂടെ ചേർന്ന് എത്രയാണ്? 400 മീറ്റർ ആണ് ഇവിടെ ശരിക്കും ഈ ട്രെയിൻ ട്രാവൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് എത്രയെന്ന് കിട്ടി? 400 മീറ്ററേ എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയെന്ന് തന്നിട്ടുണ്ട്? 90 കിലോമീറ്റർ പെർ അവർ എന്നാ തന്നിരിക്കുന്നത്. ഇനി എന്താ വേണ്ട? സമയം, ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടൈം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എന്താ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് എന്നറിയാം. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണ്? 400 മീറ്റർ. എന്തുകൊണ്ട്? ഒരു 250 മീറ്റർ നീളമുള്ള സാധനം ഒരു ലെങ്ത് ഉള്ള ഒരു സാധനത്തിനെയാണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും, ഇവിടെ നിന്ന് ഇത്രയും ആകുമ്പോഴേ 16 തൂണുകളാവുള്ളൂ. 16 തൂണുകൾക്ക് എത്ര ഗ്യാപ്പ്? 15 ഗ്യാപ്പേ ഉള്ളൂ. ഒരു ഗ്യാപ്പ് എത്രയാണ്? 10 മീറ്റർ. അങ്ങനെ 15 ഗ്യാപ്പിന് 150 മീറ്റർ കൂടി പാസ് ചെയ്ത് പോകണം. അങ്ങനെയാണ് നമുക്ക് ഡിസ്റ്റൻസ് എത്രയെന്ന് കിട്ടിയത്? /ഡിസ്റ്റൻസ് 400 എന്ന് കിട്ടി. ബൈ സ്പീഡ് എടുക്കുന്നു 90, കൺവേർട്ട് ചെയ്താലേ പറ്റൂ കിലോമീറ്റർ പെർ അവർ മീറ്റർ. ഓക്കെ, എത്ര? 5/18. ക്യാൻസൽ ചെയ്യുന്നു, 5 കിട്ടുന്നു. 400 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5 എന്ന് വന്നു. 400 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 25 അല്ലേ? അപ്പോൾ ഒരു എത്ര വന്നു? 400 ഡിവൈഡ് ബൈ 25. എങ്ങനെ ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യണം? 400 ഡിവൈഡ് ബൈ 25. അപ്പോൾ നമുക്കറിയാം 100-നകത്ത് എത്ര 25 ഉണ്ട്? 100-നകത്ത് നമുക്ക് 4 25, 200-നകത്ത് 8. അങ്ങനെയാണെങ്കിൽ 400-നകത്ത് എത്ര കാണും? 16 എണ്ണം കാണും. ഇത്ര കിട്ടി. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 16 എന്ന് കിട്ടും. ഓക്കെ, 16 സെക്കൻഡ് സമയം കൊണ്ട് നമ്മൾ ഇത് എന്ത് ചെയ്യും? പാസ് ചെയ്ത് പോകും എന്ന് പറയാം. അല്ലേ തന്നെ നിങ്ങളിത് വെട്ടി നോക്കുക. ഇതും വെട്ടുമ്പോഴത്തേക്കും 80 എന്ന് കിട്ടും. ഓക്കെ, 80 വീണ്ടും നമുക്ക് എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? നമുക്കിവിടെ 1 കിട്ടും, ഇവിടെ 3 ആണ്. അപ്പോൾ നമുക്കത് 16 സെക്കൻഡ് എന്ന് ആൻസറിലേക്ക് വന്നു. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ആൻസറിലേക്ക് പോകാൻ പറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇപ്പോൾ നമുക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 280 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 5 മീറ്റർ അകലത്തിൽ നിൽക്കുന്ന 11 ഇലക്ട്രിക് പോസ്റ്റുകളെ തരണം ചെയ്ത് പോകാൻ എടുക്കുന്ന സമയം എന്താണ്? ശരി, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ആദ്യം സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. അത് 60 കിലോമീറ്റർ
പെർ അവർ ആണ്. അത് ഞാൻ എഴുതി വെച്ചു. ഇനി 250 മീറ്റർ നീളമുള്ള ട്രെയിൻ. അപ്പോൾ നമ്മൾ ഇനി ഡിസ്റ്റൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് 250 മീറ്റർ എന്ന് കിട്ടി. അത് മാത്രമല്ല, നമുക്ക് 11 ഇലക്ട്രിക് പോസ്റ്റുകളെയാണ് നമുക്ക് തരണം ചെയ്യേണ്ടത്. 11 ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര ഗ്യാപ്പ് ഉണ്ട്? 10 ഗ്യാപ്പേ ഉള്ളൂ. ഇൻറ്റു ഒരു ഗ്യാപ്പ് എത്രയാണ്? 5 മീറ്റർ ആണ്. അപ്പോൾ 5 മീറ്റർ എന്ന് പറയുമ്പോൾ 50 മീറ്റർ കൂടി ഇതിനകത്ത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ 50 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 300 മീറ്ററേ എന്ന് ഡിസ്റ്റൻസ് കിട്ടി. എന്താണ്? സമയമാണ് വേണ്ടത്. എന്താ സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് എന്നറിയാം. ഡിസ്റ്റൻസ് എത്രയാണ്? 300 ആണ്. 300 ബൈ 60 ആണ് ഇൻറ്റു 5/18 അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ? 6 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എത്ര വരും? ഇവിടെ നമുക്ക് 10 എന്നും വരും. ഇവിടെ എത്ര എന്നും വരും? 3 എന്നും വരും. ഇപ്പോൾ ഇനി ഇവിടെ നിലവിലുള്ള സംഭവം എന്തുവാ? നമുക്ക് 300/10 ഇൻറ്റു 5/3 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 കൊണ്ട് എന്തായാലും ഒരു കാരണവശാലും 10നെയും 5നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇത് മൾട്ടിപ്ലൈ ചെയ്താലും പറ്റത്തില്ല. അപ്പോൾ നമുക്കറിയാം, ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എന്ത് വരും? 300 ഇതെന്ത് വരും? ഈ 10 ഇൻറ്റു 5 എന്ന് പറയുന്നത് 50 ആണ്. ഈ 3 മുകളിൽ പോകും അല്ലേ? മുകളിൽ 3 പോയി, ബാക്കി ഡിനോമിനേറ്ററിൽ ആര് മാത്രമേ ഉള്ളൂ? 50 മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? നോക്കി. എന്താ നമ്മൾ ചെയ്തത്? വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല. ഇത് ചെയ്യുമ്പോൾ 300/50/3 എന്ന് വരും. അപ്പോൾ 300നെ എന്ത് ചെയ്യണം? 50/3 കൊണ്ട് ഡിവിഷൻ ചെയ്യുന്നതിന് പകരം റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 3 മുകളിൽ പോകും, 50 താഴെ എടുക്കും അല്ലേ? 0 ക്യാൻസൽ വരും. ഇതൊന്നും ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് എത്രയാണ്? 5 ആണ് അല്ലേ? 5 ആകുമ്പോൾ 6 30 6 ആണ്. 6 × 3 = എത്രയെന്ന് വരും? 18 സെക്കൻഡ് എന്ന് ആൻസർ. 18 സെക്കൻഡ് ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ? നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 350 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 150 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര സമയം വേണം? നമുക്കറിയാവുന്ന കാര്യങ്ങൾ നോക്കാം. ആദ്യം ഞാനിവിടെ സ്പീഡാണ് എഴുതുന്നത്. സ്പീഡ് 72 km/h ആണ്. അടുത്തത് ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് നോക്കാം. ഇവിടെ എന്താ? ഇവിടെ 350 മീറ്റർ നീളമുള്ള ഇതാണ് നമ്മുടെ ട്രെയിൻ എന്ന് വിചാരിച്ചു. 350 മീറ്റർ നീളമുള്ള ട്രെയിൻ. നമുക്ക് എന്ത് ചെയ്യണം? ഒരു പ്ലാറ്റ്ഫോമിനെയാണ് പാസ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് വിചാരിച്ചോ. പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 150 മീറ്റർ ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ലെങ്ത് ഉള്ള സാധനത്തിനെ ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നു. ഒരു ലെങ്ത് ഉള്ള, ഇപ്പം നോക്ക്, ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം, ഇതാണ് നമ്മുടെ ട്രെയിൻ എങ്കിൽ ഇത് നമ്മളെ പ്ലാറ്റ്ഫോം, ഇത് നമ്മളെ ട്രെയിൻ എങ്കിൽ ദാ ട്രെയിൻ വരുന്നു, ഇവിടെ വെക്കുന്നു. ഇത് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്തും എന്ത് ചെയ്യണം? ട്രെയിനിൻ്റെ ലെങ്തും കൂടെ ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? 350 + 150. 350 എത്ര കിട്ടും? 500 മീറ്റർ ആണ് ഇവിടെ ട്രാവൽ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. ഇനി എന്താ? സമയം, ടൈമാണ്. എത്ര സമയം വേണം എന്നുള്ളത് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാൻ അറിയാം. D/S ആണ്. ഡിസ്റ്റൻസ് 500 ആണ്. ബൈ സ്പീഡ് 72 ആണ്. കാര്യം എന്താണ്? ഇത് മീറ്റർ, ഇത് km/h. അപ്പോൾ കൺവേർട്ട് ചെയ്യണം. 5/18 ക്യാൻസൽ ചെയ്യുന്നു. എത്ര കിട്ടുന്നു? ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് 4 എന്ന് വരും. ഇത് എത്രയെന്ന് വരും? 4. ഓക്കെ. അപ്പോൾ ഇനി നമ്മളതിലുള്ളത് 500 / 4 × 5 ആണ്. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് 100 വരുന്നു. ഈ 100ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. 25 സെക്കൻഡ് എന്ന് ആൻസർ കിട്ടുന്നു. കണ്ടോ? ഈസി ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് 50 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം കടന്നു പോകാൻ എത്ര സമയം വേണം? അപ്പോൾ നമുക്ക് സ്പീഡ് തന്നു. സ്പീഡ് 60 km/h ആണ്. നേരത്തെ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി എന്താണ്? നമുക്ക് ഡിസ്റ്റൻസ് എടുക്കാം. എന്താണ്? ട്രെയിനിൻ്റെ നീളം 250 മീറ്റർ. 50 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോമിനെയാണ് കടന്നു പോകേണ്ടത്. അപ്പോൾ 250 + 50 = 300 ആണ് ട്രാവൽ ചെയ്യേണ്ടത്. ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. സമയമാണ് വേണ്ടത്. D/S ആണ്. ഡിസ്റ്റൻസ് 300 ആണ്. സ്പീഡ് എന്ന് പറയുന്നത് 60 × 5/18.
ഇതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. എത്ര ഉണ്ട്? 6 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 10 വരും, ഇവിടെ എന്ത് വരും? 3 വരും. നേരത്തെ പോലെ 300/10 × 5/3 ചെയ്യാൻ നമുക്കറിയാം. 300 × 3/10 × 5. ഈ 0യും 0യും ക്യാൻസൽ ചെയ്തു. ഇനി 5ഉം ഇതും ക്യാൻസൽ ചെയ്തു. 6 എന്ന് വന്നു. ആൻസർ 18 സെക്കൻഡ് എന്ന് കിട്ടി. കണ്ടോ? ഈസി ആയിട്ട് ചെയ്യാം ആൻസർ. എന്നാൽ അടുത്ത ചോദ്യം നോക്കിയേ. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് അതേ ദിശയിൽ 6 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകണം. അതിന് വേണ്ട സമയം എത്രയാണ് എന്നാണ് ചോദ്യം. ശരി, നമുക്ക് നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ എന്താ ആലോചിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 150 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന്. അപ്പോൾ ട്രെയിനിന്റെ ലെങ്ത് നമുക്ക് പിടികിട്ടി. ഒരു വ്യക്തിയെയാണ് പാസ് ചെയ്ത് പോകുന്നത്. വ്യക്തിയെ പാസ് ചെയ്ത് പോകുന്നു എന്ന് പറയുകയാണെങ്കിൽ ട്രെയിനിന്റെ ലെങ്ത് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ 150 മീറ്റർ. എല്ലാ പോയിന്റും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വ്യക്തി ഓടിക്കൊണ്ടിരിക്കുന്നു, അത് പിന്നീട് പറയാം. വ്യക്തിയാണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രെയിനിന്റെ ലെങ്ത് എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് എത്രയെന്ന് കിട്ടി? അത് 150 മീറ്റർ എന്ന് കിട്ടി. നമ്മളവിടെ വെച്ചു. ഇനി നമുക്ക് എടുക്കേണ്ടത് സ്പീഡാണ് വേണ്ടത്. നോക്കിക്കേ, സ്പീഡിന് ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് എത്രയാണ്? ട്രെയിൻ പോകുന്നത് 60 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? ഓടുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടുക. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടുമ്പോൾ അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 6 km/h ആണ്. 6 km/h ആണ്. രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. രണ്ടും എന്താണ്? ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സ്പീഡാണ് എടുക്കേണ്ടത്? അവിടെ നമ്മൾ എടുക്കേണ്ടത് റിലേറ്റീവ് സ്പീഡാണ്. ആപേക്ഷിക വേഗതയാണ് ഇവിടെ നമ്മൾ സ്പീഡായി കൺസിഡർ ചെയ്യേണ്ടത്. ഏത് സമയത്ത്? രണ്ടുപേരും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് സ്പീഡ് എടുക്കണം? ആപേക്ഷിക വേഗത, റിലേറ്റീവ് സ്പീഡ് എടുക്കണം. അപ്പോൾ ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്താണ്? ഡിഫറൻസ്. സെയിം ഡയറക്ഷൻ ആണ് എങ്കിൽ ഡിഫറൻസ് 60 - 6 = 54 km/h ആണ് ഇവിടുത്തെ എന്ത് സ്പീഡായിട്ട് കിട്ടുന്നത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ചെയ്യാൻ അറിയാം. എന്താണ്? ടൈം = 150 ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡ് 54 ഇൻറ്റു എന്ത് ചെയ്യണം? km/h മീറ്റർ കൺവേർട്ട് ചെയ്യണം. 5/18. ഇത് ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് 3 വന്നേ. ഇനി നമ്മൾ എഴുതുന്നത് 150/3 × 5 ആണ്. 3 × 5 നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 50 വരുമേ. ഇനി 5ഉം 50ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 10 സെക്കൻഡ് എന്ന് ആൻസർ വരുമേ. കേട്ടോ, ഈസി ആയിട്ട് ചെയ്യാം. സംഭവം സെറ്റാണ്. നോക്കിക്കേ, നന്നായിട്ട് ആലോചിച്ച് നോക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് അതേ ദിശയിൽ 10 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ വേണ്ട സമയം എന്താണ് എന്നാണ് ചോദ്യം. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ട്രെയിൻ. ഒരു വ്യക്തിയാണ് കടന്നു പോകുന്നത്. വ്യക്തിയെ കടന്നു പോകുമ്പോൾ എന്തിനെ എടുത്താൽ മതി? 300 മീറ്റർ തന്നെ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? നമുക്ക് ഡിസ്റ്റൻസിന് പിന്നെ മാറ്റമൊന്നുമില്ല. എത്രയാണ്? ഒരു വ്യക്തിയെ കടന്നു പോകുന്നത് കൊണ്ട് 300 മീറ്റർ ആയിരിക്കും. നമ്മൾ പിന്നെ നോക്കാനൊന്നുമില്ല. അതേ ദിശയിൽ 10 കിലോമീറ്റർ വേഗതയിൽ. അപ്പോൾ നമുക്ക് ട്രെയിനിന്റെ സ്പീഡും കൂടെ നമുക്ക് എടുക്കാം. സ്പീഡ് എടുക്കുമ്പോൾ ഉള്ളൊരു ചെറിയ പ്രശ്നം നമുക്ക് നോക്കാം. രണ്ടുപേരും ഒരേ ഡയറക്ഷൻ, രണ്ടും സെയിം ഡയറക്ഷനാണ്. ഒന്നാമത്തെ ആൾ ട്രെയിൻ പോകുന്നത് 100 km/h വേഗതയിലും, എന്നാൽ ഈ ആള് പോകുന്നത് 10 km/h. രണ്ടും സെയിം ഡയറക്ഷൻ. ആണെങ്കിൽ എന്ത് സ്പീഡാണ് എടുക്കുന്നത്? ഓർത്തേ, പെട്ടെന്ന് പറഞ്ഞേ. എന്താ എടുക്കുന്നത്? യെസ്, സെയിം ഡയറക്ഷൻ ആണ് എങ്കിൽ നമ്മൾ റിലേറ്റീവ് സ്പീഡാണ് എടുക്കുന്നത്. എത്ര വരണം? 100 - സെയിം ഡയറക്ഷൻ നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ? 10. അപ്പോൾ എത്ര കിട്ടും? 90 km/h. ഇനി നോക്കില്ല, ഡിസ്റ്റൻസും കിട്ടി, സ്പീഡും കിട്ടി. പിന്നെ ഇനി എന്താ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാം അല്ലേ? ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താ നമുക്ക് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണെന്നറിയാം. ഡിസ്റ്റൻസ് എത്രയും നമുക്കറിയാം? 300 ആണെന്നറിയാം. ബൈ സ്പീഡ് എത്രയെന്നറിയാം? 90 × 5/18. ഇതൊന്നും ക്യാൻസൽ ചെയ്യുമ്പോൾ 5 വരുമേ. അപ്പോൾ 300
by 5 into 5. 300 by 25 വരും. 100-നകത്ത് എത്ര ഉണ്ട്? 4. അപ്പോൾ 300-നകത്ത് എത്ര കാണും? 12 കാണും. അപ്പോൾ എന്തിട്ട് ആൻസർ 12 സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഒന്ന് ക്യാൻസൽ ചെയ്യാം. എത്ര വരുന്നു? 60 ആവും. 60യും 5 ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര എന്നിട്ട് 12 വന്നിട്ട് 12 സെക്കൻഡാണ് ആൻസർ. കണ്ടോ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നോക്കിയേ, അടുത്തൊരു ചോദ്യം നോക്കിയേ. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 500 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് എതിർദിശയിൽ 10 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ വേണ്ട സമയം. അപ്പോൾ വ്യക്തിയാണ് കടന്നു പോകേണ്ടത്. വ്യക്തിയെ കടന്നു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിന് നോക്കാനില്ല, ട്രെയിനിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ലെങ്ത് തന്നെ, അതിന് മാറ്റമില്ല. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി എന്താ വേണ്ടത്? ട്രെയിൻ എതിർദിശയിലാണ് എന്ന് പറയുന്നു. അപ്പോൾ നോക്ക്, ട്രെയിൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അവൻ്റെ സ്പീഡ് എത്രയാണ്? 80 km/h ആണ്. ഇനി ആൾ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ആളുടെ സ്പീഡ് നമുക്കറിയാം 10 km/h. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഇവർ ട്രാവൽ ചെയ്യുന്നത്. എതിർദിശയിലാണ് ഇവർ ട്രാവൽ ചെയ്യുന്നത്. എതിർദിശയിൽ ഇവർ ട്രാവൽ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ എന്ത് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്? യെസ്, അവിടെയും നമ്മൾ റിലേറ്റീവ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് എന്തുമായിരിക്കും? ഇവിടുത്തെ സ്പീഡായിട്ട് വരാൻ പോകുന്നത് 80 + 10. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഓർക്കുക, ഇതാണ് വേണ്ടത്. റിലേറ്റീവ് സ്പീഡ് ഞാൻ ആദ്യമേ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് സ്പീഡ് എടുക്കുന്നത്? എതിർദിശയിലാണ് യാത്രയെങ്കിൽ സ്പീഡുകളുടെ സം എടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ അവർ ട്രാവൽ ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുക്കുക എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 90 km/h. ഇനി ഒന്നും നോക്കാനില്ല. എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈം കണ്ടുപിടിക്കണം. 500/90 × 5/18. ഇത് ക്യാൻസൽ ചെയ്തപ്പോൾ 35 എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? 500/5 × 5 എത്രയെന്ന് കിട്ടും? 100-നകത്ത് എത്ര? 25 ഉണ്ട്. എന്താണ് 5 × 5 എത്രയാണ്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനെ നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 100 എന്ന് കിട്ടും. 100-നെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20 എന്ന് കിട്ടും. ഓക്കെ, 20 സെക്കൻഡാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാമല്ലോ. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 300 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന് എതിർദിശയിൽ 4 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ വേണ്ട സമയം എന്താണ്? വ്യക്തിയാണ് കടന്നു പോകേണ്ടത് എന്ന് മനസ്സിലായി. വ്യക്തിയാണ് കടന്നു പോകേണ്ടതെങ്കിൽ ഡിസ്റ്റൻസ് പിന്നെന്താണ്? ട്രെയിനിൻ്റെ സ്പീഡ് തന്നെ ആയിരിക്കും. 300 മീറ്ററേ കിട്ടി. ഇനി എതിർദിശയിൽ ഒരാളുടെ സ്പീഡ് 4 km/h മറ്റേയാളുടെ സ്പീഡ് എത്രയാണ്? 50 km/h. അപ്പോൾ എതിർദിശയിലാണെങ്കിൽ വേഗതകൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് സ്പീഡ് കിട്ടുന്നു 50 + 4 = 54 km/h ആണ് സ്പീഡ്. രണ്ടും km/h ഉള്ളത് അല്ലേ? ഇനി ടൈമാണ്, സമയമാണ് വേണ്ടത്. ടൈം കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. 300/54 ആണ്. എന്ത് ചെയ്യാം? 54 മാത്രം ചെയ്താൽ പോരാ, 5/18 കൂടെ ചെയ്യണം. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 3 വന്നു. 3യും 100 കൂടെ വെച്ചുകൂടെ 100 എന്നായി. 5 കിട്ടി 20 സെക്കൻഡ്. കണ്ട, 20 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്തു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ബേസ് ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന മെയിൻ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇത്ര കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ്? ഒരാളിനെയാണ് പാസ് ചെയ്ത് പോകേണ്ടത് എങ്കിൽ ട്രെയിനിൻ്റെ ലെങ്ത് എടുക്കുക. ഒരു ലെങ്ത് ഉള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകേണ്ടതെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ലെങ്ത് കൂട്ടുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്തെടുക്കുക? നമ്മുടെ സ്പീഡ് എന്താണ്? വേഗതകളുടെ സം എടുക്കുക. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? വേഗതകളുടെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആ പോയിന്റുകൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി സെറ്റ് ആവുകയാണ് എങ്കിൽ ഓക്കെ ആണ്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ പാർട്ട് ക്ലാസ് ഉണ്ട്, ട്രെയിനുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ പാർട്ട് ക്ലാസ്സിൽ നമുക്ക് 2 ലെങ്ത് ഉള്ള ട്രെയിനുമായി ബന്ധപ്പെട്ട്, അതായത് ഇവിടെ നിന്ന് ഒരു ട്രെയിൻ വരുന്നു, ഇവിടെ നിന്ന് ഒരു ട്രെയിൻ വരുന്നു, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം? ട്രെയിനിൻ്റെ രണ്ടാമത്തെ പാർട്ട് ക്ലാസ്സിൽ ചെയ്യാം. അത് കഴിഞ്ഞൊരു മൂന്നാമത്തെ പാർട്ട് കൂടി വരും. മൂന്നാമത്തെ പാർട്ടിൽ കുറച്ച്
കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ 3 പാർട്ടോട് കൂടിയാണ് നമ്മൾ എന്ത് പഠിച്ചു തീർക്കുന്നത്, ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചു തീർക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പാർട്ടുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.